ഇന്നലെ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാറിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യരംഗത്തെ ബഹുദൂരം പിന്നിലാണെന്നും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശത്തോടെയാണ് ആ വീഡിയോ അവസാനിച്ചത്. എനിക്ക് ബഹുമാനപ്പെട്ട MLAയോട് പറയുവാനുള്ളത്, ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന 2 പഞ്ചായത്തുകളാണ്, ഒന്ന് കരിമ്പുഴയും ഒന്ന് തച്ചനാട്ടുകരയും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതിന് പ്രേരകമായ ശക്തി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 13-ാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട റോഡ് ഒരു മാസം പിന്നിട്ടപ്പോൾ പല പ്രദേശങ്ങളിലും പല ഭാഗങ്ങളിലും താഴ്ന്നു പോകുന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലൊരു അഴിമതി ഉണ്ട് എന്ന് അന്നത്തെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഞാൻ ആരോപിക്കുകയുണ്ടായി. തുടർന്ന് സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ ജലീൽ വരോട് ഒറ്റപ്പാലം റോഡിനെ കുറിച്ചും അദ്ദേഹം വലിയ തോതിലുള്ള വാക്തർക്കങ്ങൾ അവിടെ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുവാൻ ഇടയായത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാർച്ച് മുതൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്തിലും കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് കാലം നമുക്കറിയാം, കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളും അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുകയുണ്ടായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും അത്തരത്തിൽ മഴക്കാലപൂർവ്വ രോഗ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നടത്തില്ല, ഇതിലെല്ലാം വലിയ പരാജയമാണ് എന്ന പരാമർശവുമായിട്ടാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ ആരോപിക്കുന്നത്. നമുക്ക് പറയാം, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ ആരോഗ്യരംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്താണ്. പാലിയേറ്റീവ് രംഗത്തെ കരിമ്പുഴ പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി 2 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് യൂണിറ്റുകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ മാസം മെയ് മാസത്തിലെ സന്നദ്ധ സംഘടനകളുടെ NSS വോളണ്ടിയർമാർ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരുടെയും സജീവമായ ഇടപെടലുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകളാണ്. നമുക്കറിയാം, ഈ പ്രദേശത്തൊക്കെ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങൾ, മറ്റ് കൃഷിയിടങ്ങളുമുള്ള പ്രദേശങ്ങളാണ്. ഈ റബ്ബർ തോട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി പനിക്ക് ആധാരമായിട്ടുള്ള കൊതുകുകൾ പ്രജനനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം റബ്ബർ കർഷകരെയും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ NSSന്റെ വോളണ്ടിയർമാരും ആശാ വർക്കർമാരും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ MLA കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പിന്നോക്കം പോയി വലിയ പരാജയമാണ്, കുറേ മരണങ്ങൾ സംഭവിക്കുന്നു എന്ന രൂപത്തിലുള്ള അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുകയാണ്. ഇവിടുത്തെ ആശാ വർക്കർമാരെ, വോളണ്ടിയർമാരെ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെല്ലാം മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രതികരണമാണ്